മലയാള മാധ്യമങ്ങളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് അവർ പ്രചരിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഫലം വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശിലും മറ്റു പല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മലയാള മാധ്യമങ്ങളുടെ ഒക്കെ പ്രതിനിധികൾ മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പറഞ്ഞത് BJP കടുക്കും, വേർക്കും, പോരാട്ടം വലിയ ഗംഭീരാണ്. ഫലം വന്നപ്പോ ഇന്ന് വരെ ഇല്ലാത്ത തരത്തിലുള്ള ഭൂരിപക്ഷമാണ് മഹാരാഷ്ട്രയിൽ BJP കിട്ടിയത്. ഹരിയാനയിൽ BJP ഇത്തവണ തോറ്റു തുന്നം പാടും എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം പത്രങ്ങൾ, ആ പത്രങ്ങളുടെ ലേഖകന്മാർ എഴുതിയിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് വായിച്ചു നോക്കണം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവരെഴുതുന്നതുമായിട്ട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരു ബന്ധമില്ല ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഇവരിത് വേണ്ടി തുടരും. അങ്ങനെയുള്ള ഒരു പ്രചരണം ഇപ്പോൾ ബീഹാറിനെ പറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെഴുതുന്നതിന്റെ ഒരു വ്യത്യാസം, ഒരു ഗുണം, ഇവരെഴുതുന്നത് മലയാളം വായിക്കുന്നവരല്ല ബീഹാറിലെ ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇത് വായിച്ചിട്ട് അവിടെ ആർക്കും വലിയ മാറ്റമൊന്നും ഉണ്ടാകുമ്പോൾ. പക്ഷേ കേരളത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ദേശീയ ധാരയിലേക്ക്, കേരളത്തിലെ ജനങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് തടയിടുക എന്നുള്ള ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിന്റെ പ്രചരണത്തിന്റെ ഒരു ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏജന്റുമാരായിട്ടാണ് മലയാള മാധ്യമങ്ങളിൽ പലരും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു പ്രചരണം ഇപ്പോ ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കുന്നത്.